വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് 10th പ്രിലിംസ് സ്റ്റേജ് 3 പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് PSC മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ വൈസ്രോയിമാരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അനുബന്ധ വസ്തുതകളും അടങ്ങുന്നതാണ് ഇന്നത്തെ ക്ലാസ് കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതം പിടിച്ചെടുക്കാം എന്ന പ്രശസ്തമായിട്ടുള്ള വാചകം റോബർട്ട് ക്ലൈവിൻ്റെതാണ്. 1757 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട പ്ലാസി യുദ്ധം നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ സഹായിച്ച ബംഗാൾ സേനാ നായകനാണ് മിർ ജാഫർ. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത് ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരവും റോബർട്ട് ക്ലൈവ് തന്നെയാണ്. ബക്സർ യുദ്ധസമയത്തെ ഗവർണർ ജനറലാണ് റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവും മുഗൾ ചക്രവർത്തി ഷാ ആലവുമായി ചേർന്ന് ഒപ്പിട്ട ഉടമ്പടിയാണ് 1765 അലഹബാദ് ഉടമ്പടി. ഇപ്പൊ റോബർട്ട് ക്ലൈവിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണയായില്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള എന്താ പറയുന്നത്, ഒരു റിവിഷൻ എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അനുബന്ധ വസ്തുക്കളും പഠിക്കാം കേട്ടോ. അടുത്ത, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ് അല്ലെ. അപ്പൊ ഇന്ത്യയില് റെഗുലേറ്റിംഗ് ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ട് അഥവാ ക്രമീകരണ നിയമപ്രകാരം ആദ്യ ഗവർണർ ജനറൽ ആയ വ്യക്തിയാണ് വാറൻ ഹേസ്റ്റിംഗ്. വാറൻ ഹേസ്റ്റിംഗ് നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുടെ പേര് ക്വിനൈൻ എന്നാണ്. കൂടാതെ റിംഗ് ഫെൻസ് എന്ന നയത്തിന്റെ ശില്പിയും വാറൻ ഹേസ്റ്റിംഗ് ആണ്. റോബർട്ട് ക്ലൈവ് ബംഗാളിൽ ഏർപ്പെടുത്തിയ ദ്വിഭരണ സമ്പ്രദായം റദ്ദാക്കിയത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച്മെന്റ് ചെയ്ത ഏക ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്. 1773 കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചതും വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഇനി അടുത്തത്, റോഹില്ല യുദ്ധസമയത്ത് ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് ആരാണ്? കോൺവാലിസ് പ്രഭു. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലവിൽ വന്നത്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഗവർണർ ജനറലും കോൺവാലിസ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ സെമീന്ദാരി സമ്പ്രദായം എന്നും വിളിക്കുന്നു. ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും സെമീന്ദാരി സമ്പ്രദായം നിലനിന്നിരുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും കോൺവാലിസ് പ്രഭുവിനെയാണ്. ആദ്യമായി സിവിൽ സർവീസ് പാസ്സായ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം സത്യേന്ദ്രനാഥ് ടാഗോർ ആണ്. ഇന്ത്യയിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിക്കപ്പെട്ടത് കോൺവാലിസ് പ്രഭുവിന്റെ കാലത്താണ്. 1792 ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചതും കോൺവാലിസ് പ്രഭുവാണ്. അടുത്ത നാലാമത്തെ ചോദ്യം, ടിപ്പുവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച ബ്രിട്ടീഷ് പ്രഭു ആരാണ്? വെല്ലസ്ലി. നാലാം മൈസൂർ യുദ്ധം 1799 നടക്കുമ്പോൾ ടിപ്പു സുൽത്താനെ വെല്ലസ്ലി പ്രഭു പരാജയപ്പെടുത്തുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ബംഗാൾ കടുവ എന്നും വെല്ലസ്ലി അറിയപ്പെടുന്നു. 1798 സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി ആണ്. ഹൈദരാബാദ് ആണ് സൈനിക വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സൈനിക കലാപം 1806 നടന്ന വെല്ലൂർ കലാപമാണ്. വെല്ലൂർ കലാപം നടന്ന സമയത്തെ ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ജോർജ് ബോർലോ ആണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ മുഖാന്തരം ഇന്ത്യയിൽ നേരിട്ട് നടത്തിയ നികുതി പിരിവായ റൈറ്റ് വാരി സിസ്റ്റം ഹേസ്റ്റിംഗ് രണ്ടാമന്റെ കാലത്താണ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക് പ്രഭു. 1829 നവംബർ 26 രാജാറാം മോഹൻ റായിയുടെ ശ്രമഫലമായി വില്യം ബെന്റിക് പ്രഭു സതി നിർത്തലാക്കുന്നു. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതി, ശൈശവ വിവാഹം, നരബലി, ശിശുഹത്യ തുടങ്ങിയ ദുരാചാരങ്ങൾ നിരോധിച്ചത് വില്യം ബെന്റിക് ആണ്. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്ന് വില്യം ബെന്റിക്കിനെ വിശേഷിപ്പിക്കുന്നു.
ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കണം എന്ന് അവകാശപ്പെട്ടത് അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടത് വില്യം ബെന്റിക് പ്രഭുവാണ്. വില്യം ബെന്റിക്കിന്റെ കാലത്താണ് തഗ്ഗുകളെ അമർച്ച ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് 1835 കൽക്കട്ടയിൽ വില്യം ബെന്റിക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച ഭരണാധികാരി ആരാണ്? വില്യം ബെന്റിക് ആണ്. വില്യം ബെന്റിക് പ്രഭുവിന്റെ ശ്രമഫലമായി ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി. മെക്കാളെ പ്രഭുവാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് എഴുതി തയ്യാറാക്കിയത്. ഇന്ത്യൻ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക് പ്രഭുവാണ്. മെക്കാളെ പ്രഭുവിന്റെ സഹായത്താൽ ഇംഗ്ലീഷ് ഭരണഭാഷ ആയി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ശില്പി കൂടിയാണ് മെക്കാളെ പ്രഭു, ഇന്ത്യൻ പീനൽ കോഡിന്റെ കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മനു എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഭുവാണ്. ഇന്ത്യയിൽ പൂർണ്ണമായും പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ ആണ് ചാൾസ് മെറ്റ്കാഫ്. ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് ആണ്. അടിമത്തം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എല്ലൻ ബറോ പ്രഭുവാണ്. എല്ലൻ ബറോ. സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറൽ ആണ് ഹർഡിഞ്ചർ ഒന്നാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭു. 1848 ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ദത്താവകാശ നിരോധന നിയമപ്രകാരം ആദ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യത്തിന്റെ പേര് സത്താറ എന്നാണ്. 1853 ഇന്ത്യൻ റെയിൽവേ നടപ്പിലാക്കിയതും ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസിയാണ്. ഇന്ത്യയിൽ പൊതുമരാമത്ത്, ടെലഗ്രാഫ് എന്നിവ നടപ്പിലാക്കിയതും ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിൽ പോസ്റ്റൽ വകുപ്പ് സ്ഥാപിച്ചതും ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ഡൽഹൌസി പ്രഭുവിനെയാണ്. ഷിംലയെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമാക്കിയതും ഡൽഹൌസി പ്രഭുവാണ്. 1854 ഡൽഹൌസി തപാൽ വകുപ്പ് ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ടെലഗ്രാഫ് ലൈൻ ആരംഭിച്ചതും ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ഏഷ്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ സിന്ധ് ഡാക് പുറത്തിറക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിലെ ആദ്യ എഞ്ചിനീയറിംഗ് കോളേജ് ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ പണി കഴിപ്പിച്ചത് അല്ലെങ്കിൽ ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? വുഡ്സ് ഡെസ്പാച്ച് ആണ്. 1854 വുഡ്സ് ഡെസ്പാച്ച് നിലവിൽ വരുന്നു. ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ് വുഡ്സ് ഡെസ്പാച്ച് നിലവിൽ വന്നത്. ചാൾസ് വുഡ് ആണ് വുഡ്സ് ഡെസ്പാച്ച് എഴുതി തയ്യാറാക്കിയത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പ്രാദേശിക ഭാഷയും ഉന്നത വിദ്യാഭ്യാസത്തിന് ഇംഗ്ലീഷ് ഭാഷയുമാണ് വേണ്ടതെന്ന് വുഡ്സ് ഡെസ്പാച്ചിലൂടെ അദ്ദേഹം നിർദ്ദേശിച്ചു. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. കാനിങ് പ്രഭുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പൂർണ്ണമായും അടിച്ചമർത്തുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യ വൈസ്രോയും കാനിങ് പ്രഭുവാണ്. വുഡ്സ് ഡെസ്പാച്ച് നിയമപ്രകാരം ഇന്ത്യയിലെ കൽക്കത്ത, മദ്രാസ്, ബോംബെ നഗരങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിച്ചത് കാനിങ് പ്രഭുവാണ്. 1857 ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കൽക്കത്തയിൽ നിലവിൽ വന്നത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ഇൻഡിഗോ കലാപം നടന്ന സമയത്തെ വൈസ്രോയി ആര് എന്ന ചോദ്യത്തിന് ഉത്തരവും കാനിങ് പ്രഭുവാണ്. ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് നിലവിൽ വന്നത് 1861 ഇന്ത്യൻ ബഡ്ജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയ വൈസ്രോയി കൂടിയാണ് കാനിങ് പ്രഭു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫിനാൻസ് മെമ്പർ ആയിരുന്ന വ്യക്തിയാണ് സർ ജെയിംസ് വിൽസൺ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് 1860 കൽക്കത്തയിൽ ജെയിംസ് വിൽസൺ ആണ്. ഇന്ത്യയിൽ ആദ്യമായി കാനിങ് പ്രഭുവിന്റെ കാലത്ത് വരുമാന നികുതി ഏർപ്പെടുത്തുന്നു. ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭുവിന്റെ കാലത്താണ്. 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസാക്കിയതും കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ആരാണ്? എൽഗിൻ പ്രഭുവാണ്. 1862 എന്നാൽ സുപ്രീം കോർട്ട് ആരുടെ കാലത്താണ്? ഹേസ്റ്റിംഗ് പ്രഭുവിന്റെ കാലത്താണ്. ഹൈക്കോടതി നിയമം നിലവിൽ വന്നത് ആരുടെ കാലത്താണ്? കാനിങ്ങിന്റെ കാലത്താണ് ഹൈക്കോർട്ട് നിയമം ട്ടോ.
ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ എന്നു മുതലാണ് വൈസ്രോയി എന്ന പേരിൽ അറിയപ്പെട്ടത്? 1858 മുതലാണ്. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെയാണ്. ഇത് പ്രകാരം ഗവർണർ ജനറൽ എന്നത് വൈസ്രോയി ആയി മാറുന്നു. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയിയാണ് കാനിങ് പ്രഭു. 1813 പാസാക്കിയ ചാർട്ടർ നിയമത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. അടുത്ത ചോദ്യം, ജയിലിൽ വെച്ച് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? മേയോ പ്രഭു ആണ്. ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ വെച്ചാണ് മേയോ പ്രഭു വധിക്കപ്പെട്ടത്. മേയോ പ്രഭുവിനെ വധിച്ച വ്യക്തിയാണ് ഷേർ അലി. 1872 ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ വൈസ്രോയി മേയോ പ്രഭുവാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് തുടക്കം കുറിച്ചത് മേയോ പ്രഭുവാണ്. മേയോ പ്രഭുവാണ് ഇന്ത്യയിൽ സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നത്. കൃഷി, വാണിജ്യം എന്നീ പ്രത്യേക വകുപ്പുകൾ ആരംഭിച്ചത് മേയോ പ്രഭുവിന്റെ കാലത്താണ്. മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ അജ്മീറിലാണ്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ പഠിക്കേണ്ടായി. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഒരുമിച്ച് പറയുമ്പോൾ കുറെ അധികം പോയിന്റുകൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരുമിച്ചാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി അത് ബുദ്ധിമുട്ടാവും. അപ്പൊ നാളെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും ഇത് പറഞ്ഞതൊക്കെ തന്നെ ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് കുറെ അധികം. പ്ലസ് അതിന്റെ അനുബന്ധ വസ്തുതകളും കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം ഈ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.